36-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. പിടിവിടാതെ രോഗങ്ങൾ. മരിച്ച ശേഷം 40 വർഷം കഴിഞ്ഞാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. ഇവിടെയാണ് ഭരണങ്ങാനം എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടത്തിലേക്കുള്ള വഴി. ഇവിടെ മഠത്തിൽ പഠിക്കുവാൻ വന്ന ശേഷം ഇവിടുന്നാണ് ശിരോവസ്ത്രം ഒക്കെ സ്വീകരിക്കുകയുണ്ടായത്. അത് 1928 ഓഗസ്റ്റ് 2-നായിരുന്നു. ഈ ശിരോവസ്ത്രം സ്വീകരിച്ച സമയത്താണ് അന്നക്കുട്ടി എന്ന പേര് മാറ്റിയിട്ട് അൽഫോൺസ എന്ന പേരിലേക്ക് മാറുന്നത്. അന്ന് 7-ാം ക്ലാസ് വരെ ഉള്ള സൗകര്യം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 7-ാം ക്ലാസ് പാസ്സായ ശേഷം മഠാധികാരികളുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസമ്മയെ തുടർ വിദ്യാഭ്യാസത്തിന് അയച്ചിട്ട് ഒരു അധ്യാപിക ആക്കുക എന്നതായിരുന്നു അവരുടെ ആഗ്രഹം. അന്ന് 8-ാം ക്ലാസ്സിലെ പഠനത്തിനായി അധികാരികൾ പിന്നെ ഈ വാഴപ്പള്ളിയിലെ ആരാധനാ മഠം വക സ്കൂളിലേക്ക് ചേർക്കുകയായിരുന്നു. അതിനായിട്ട് ചങ്ങനാശ്ശേരിയിലെ ക്ലാര മഠത്തിൻ്റെ ബോർഡിങ്ങിൽ നിന്നാണ് അന്ന് വിദ്യാഭ്യാസം ചെയ്തത്. 1930 മെയ് 19 ഭരണങ്ങാനം ഫെറോന പള്ളിയിൽ വെച്ചാണ് സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. അന്നു മുതലാണ് ഈ വെള്ള വസ്ത്രം മാറിയിട്ട് സന്യാസ വേഷത്തിലുള്ള തവിട്ട് നിറമുള്ള വസ്ത്രത്തിലേക്ക് മാറുന്നത്. അങ്ങനെ പഠനമൊക്കെ തുടർന്നു. അങ്ങനെ 9-ാം ക്ലാസ്സിൽ പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തത്. പരാജയപ്പെട്ട ശേഷം ചങ്ങനാശ്ശേരിയിൽ നിന്നും ഭരണങ്ങാനത്തേക്ക് തിരിച്ചു വരികയും പിന്നെ മഠത്തിലെ കാര്യങ്ങളിലേക്ക് മുഴുകുകയും ഒക്കെയായിരുന്നു. മഠത്തിലേക്ക് തിരിച്ചു വന്ന ശേഷവും പലപ്പോഴും അസുഖങ്ങളുടെ പിടിയിൽ തന്നെയായിരുന്നു അൽഫോൺസാമ്മ. ഇടയ്ക്ക് മേലുകാവ് പഞ്ചായത്തിലെ വാകക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിൽ 3-ാം ക്ലാസ്സിലെ അധ്യാപികയായി മാറി. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയായി മാറുകയായിരുന്നു അവിടെ അൽഫോൺസാമ്മ. പക്ഷേ അവിടെയും അധികകാലം നിൽക്കുവാൻ സാധിച്ചില്ല. രക്തസ്രാവം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. രോഗങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നതുകൊണ്ട് അധ്യാപന വൃത്തിയൊക്കെ ഉപേക്ഷിച്ച് ഭരണങ്ങാനത്തേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോന്നു. പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. പക്ഷേ എന്നിട്ടും ഓരോ ദിവസം കഴിയും തോറും ഓരോരോ അസുഖങ്ങൾ പിടികൂടുക തന്നെയായിരുന്നു. പല സമയത്തും തന്നോടൊപ്പമുള്ളവരെല്ലാം പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്തെല്ലാം അൽഫോൺസമ്മ ഒറ്റയ്ക്ക് കട്ടിലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം പ്രാർത്ഥനയ്ക്ക് പോകുവാൻ വയ്യ. ഛർദിലും പനിയും ചുമയും അങ്ങനെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. സത്യത്തിൽ രോഗങ്ങൾ മാറിയ ദിവസങ്ങൾ അൽഫോൺസമ്മയ്ക്ക് ഇല്ല എന്ന് പറയാം. ആ രീതിയിലുള്ള ജീവിതമായിരുന്നു. പക്ഷേ എങ്കിലും യാതൊരു വിഷമവും ഇല്ലാതെ, ആരോടും ഒരു പരിഭവവും ഇല്ലാതെ പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരിക്കുക, അതായിരുന്നു അൽഫോൺസമ്മയുടെ രീതി. ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്ന അസുഖങ്ങളെല്ലാം പിടിപെട്ടു. അതിൻ്റെ കൂടെ മലേറിയ, അങ്ങനെ എല്ലാ അസുഖങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അൽഫോൺസമ്മയെ സന്ദർശിച്ചിരുന്ന ഭരണങ്ങാനം പള്ളി വികാരിയും മഠം അധികാരിയുമായ കുരുവിള പ്ലാത്തോട്ടത്തോട്, അതും അൽഫോൺസമ്മയുടെ മരണത്തിൻ്റെ തലേ ദിവസം 1946 ജൂലൈ 27 ശനിയാഴ്ചയായിരുന്നു. അന്ന് കുരുവിള പ്ലാത്തോട്ടത്തോട് പറഞ്ഞത്, നാളെ എനിക്കൊരു യുദ്ധമുണ്ട്, ഞാൻ അതിനായി ഒരുങ്ങുകയാണെന്നാണ്. അതിൻ്റെ പിറ്റേ ദിവസം 1946 ജൂലൈ 28 ഞായറാഴ്ച രാവിലെ കുർബാനയിൽ പൂർണ്ണമായി പങ്കെടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അൽഫോൺസമ്മ നേരത്തെ തന്നെ ചാപ്പലിൽ എത്തി. അങ്ങനെ കുർബാന ആരംഭിച്ചു. പക്ഷേ അൽഫോൺസമ്മയെ അല്പസമയത്തിനകം തന്നെ പാരവശ്യം പിടികൂടി. അങ്ങനെ തൻ്റെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. വിഷമതകളെല്ലാം വല്ലാതെ കൂടി വരുന്നു. അന്ത്യകൂദാശ നൽകുവാനായി വൈദികനെയും ഒപ്പം ഡോക്ടറെയും വരുത്തി. രോഗം വല്ലാതെ ശക്തിപ്പെടുകയാണ്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ അൽഫോൺസമ്മ ദൈവസന്നിധിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് ബന്ധുക്കളുടെയും മറ്റ് കന്യാസ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അൽഫോൺസമ്മയെ ഭരണങ്ങാനം സെമിത്തേരി കപ്പേളയിൽ സംസ്കരിച്ചു. ഇവിടെയാണ് അൽഫോൺസമ്മ അന്ത്യവിശ്രമം കൊള്ളുന്നത്. കണ്ടോ, ഈ പൂക്കൾ നിരത്തിയിട്ടിരിക്കുന്നത് കണ്ടോ? ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇതാണ് അൽഫോൺസമ്മയുടെ കബറിടം. ഇവിടെ ഈ കബറിടം തൊട്ട് വണങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. വളരെ നിശബ്ദതയാണ് ഇവിടെ. ഈ ഹാളിൽ ഇരുന്ന്, ഈ പള്ളിക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഈ കബറിടം തൊട്ട് വണങ്ങി പോകുന്നവരാണ് എല്ലാവരും. ഈ കബറിടത്തെ ഒരു നോക്ക് കാണുവാനും ഇവിടെ നിന്ന് അല്പനേരം മൗനമായി നിന്ന് പ്രാർത്ഥിക്കുവാനുമാണ് ഈ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള ആൾക്കാർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ അടക്കം ചെയ്തിരിക്കുന്ന പള്ളിയുടെ മുൻഭാഗമാണ്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് അവിടമാണ് ഇപ്പം ഞാൻ കാണിച്ചത് അടക്കം ചെയ്തിരിക്കുന്ന ഭാഗം.
ഇതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ മുൻഭാഗമാണ്. കണ്ടോ, നമ്മൾ ഈ മുൻഭാഗത്തൂടെ ഇങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പം അങ്ങേ അറ്റത്താണ് അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. ഇവിടെ എത്ര നിശബ്ദമാണെന്നറിയോ. നമ്മൾ നിശബ്ദമായിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. കണ്ടോ, ഒരു മുട്ടുസൂചി വീണാൽ അറിയാൻ പറ്റും, അത്ര നിശബ്ദതയാണ് ഇവിടെ. അൽഫോൺസമ്മ മരിക്കുന്നത് 36-ാമത്തെ വയസ്സിലാണ്. മരിച്ച ശേഷം ഏതാണ്ട് 40 വർഷം കഴിഞ്ഞാണ് അൽഫോൺസമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. അത് 1986 ഫെബ്രുവരി 8-ാം തീയതിയായിരുന്നു. വാഴ്ത്തപ്പെടുവാനായിട്ടുള്ള കാര്യത്തെപ്പറ്റി ബിഷപ്പ് സെബാസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ വയനാട്ടിൽ ആയിരിക്കുമ്പോൾ ജന്മനാ കാലിന് അസുഖം ബാധിച്ച ഒരു കുട്ടി എന്നെ കാണുവാൻ വന്നു. ജനിച്ചപ്പോൾ തന്നെ ഉള്ളിലേക്ക് വളഞ്ഞ കാലുകളായിരുന്നു അവന്. നടക്കാൻ വടിയുടെ സഹായം വേണം. ഇത് കണ്ട് സഹതാപം തോന്നിയ ഞാൻ എൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ ഇട്ടിരുന്ന അൽഫോൺസമ്മയുടെ ചിത്രങ്ങളുള്ള 2 കാർഡുകൾ അവന് നൽകി. എന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ അതിൽ സംശയാലു ആയിരുന്നു. കാരണം അവൻ ഒരു മുസ്ലിം കുട്ടി ആയിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം വളരെ ശക്തിയുള്ളവനാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണുവാൻ വന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ അസുഖങ്ങൾ എല്ലാം പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു. അവൻ തിരിച്ചു പോകും മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ചിത്രവും എടുക്കുകയുണ്ടായി. നിങ്ങൾ ഇവിടെ വന്ന് കാണണം. ഇവിടെ അൽഫോൺസമ്മയുടെ പഴയ കുറേ ഫോട്ടോയുടെ കളക്ഷൻസൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇതെല്ലാം പഴയ ഫോട്ടോകളാണ്. ഇവിടെ എല്ലാ വർഷവും ജൂലൈ 19 മുതൽ 28 വരെയാണ് അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഇതിൽ തന്നെ ജൂലൈ 28 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ.